എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ശനി, അതായത് പ്ലാനറ്റ് സാറ്റേൺ, ജ്യോതിഷത്തിൽ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യമായിട്ടാണ് നമ്മൾ അറിയുന്നത്. ശരിക്കും അങ്ങനെ ഒന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശനീനെ പറ്റി ഇന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ശനി ശരിക്കും ആരാണ്? സൂര്യദേവതയുടെ ഭാര്യ ഛായാദേവിയുടെ മകനാണ് ശനി. അപ്പോൾ നമ്മൾ വിചാരിക്കും, എങ്ങനെ ശനി ഭഗവാനും ശനി സാറ്റേൺ പ്ലാനറ്റും കണക്റ്റഡ് എന്ന്, അല്ലേ? അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിച്ചായിരുന്നു. ഹിന്ദു മതത്തിൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പ്ലാനറ്ററി കോൺസെപ്റ്റ്. വേദിക് ആസ്ട്രോളജിയിൽ എന്തെങ്കിലും ഒരു ഡിവൈൻ ഫോം ഇല്ലെങ്കിൽ ദൈവമായി കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ പ്ലസ് നമുക്ക് ആക്ച്വലി ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവും. അതുകൂടാതെ പഴയ കാലത്ത് ഏർലി ഹ്യൂമൻസിൻ്റെ സമയത്തൊക്കെ അവരുടെ ഡേ ടു ഡേ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് സൂര്യനും ചന്ദ്രനും മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം രാവിലെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഹണ്ടിങ്ങിന് പോകാനും പിന്നെ ക്രോപ്സ് ഗ്രോ ചെയ്യാനൊക്കെ അവർക്ക് സൂര്യദേവത അല്ലെങ്കിൽ സൂര്യൻ മാത്രമായിരുന്നു ഒരു കാണാൻ പറ്റുന്നൊരു ഓബ്ജക്റ്റ്. അതുമാത്രമല്ല, രാത്രി ആയിക്കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റുന്ന ചന്ദ്രൻ മാത്രമായിരുന്നു. അപ്പം അന്ന് തൊട്ട് അവർ സൂര്യനെയും ചന്ദ്രനെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വിശ്വാസങ്ങൾ കൈമാറി നമ്മുടെ അടുത്തേക്ക് എത്തി. അപ്പം അതൊരു വിശ്വാസമാണ്. അപ്പം ഈ ശനി ദേവത എപ്പോഴും കയ്യിലൊരു അമ്പും വില്ലും പിന്നെ വാളും ഒരു ത്രിശൂലും കൊണ്ട ഒരു കാക്കയുടെ മുകളിൽ ഇരിക്കുന്നൊരു ഇമേജാണ് നമ്മളെപ്പോഴും കാണുന്നത്. അപ്പം ശരിക്കും ശനിദേവനെ എപ്പോഴും കാണിക്കുമ്പം ഒരു സീരിയസ്, ഒരു പേടിപ്പിക്കുന്ന ഒരു സ്വരൂപമാണ് നമ്മൾ കാണുന്നത്. ശരിക്കും നിങ്ങളത് കണ്ട് പേടിക്കണ ആവശ്യമില്ല. ജ്യോതിഷത്തിൽ ശനി ഒരു കർമ്മവിധികർത്താവാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളെപ്പറ്റി മാത്രം ചിന്തിക്കാതെ ഒരു സെൽഫ്ലെസ്സായി, ഒരുപാട് ഡിസിപ്ലിനായി, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ശനി നോക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴേലും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഒന്നും ശരിയാവുന്നില്ല ഒരു ഫീലിംഗ് വരാറില്ലേ? ഒരു സ്റ്റക്കാണെന്നുള്ളൊരു ഫീലിംഗ്. മോസ്റ്റ് ലൈക്ലി അതൊരു ശനിയുടെ ഇമ്പാക്റ്റ് ആയിരിക്കാം. അപ്പം ശനി നോക്കുന്ന 3 കാര്യങ്ങൾ ആണ് നമ്മൾ എത്രത്തോളം ഡിസിപ്ലിൻഡ് ആണ് എന്ന്. പിന്നെ അടുത്ത കാര്യം, ശനി നോക്കുന്ന നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം എത്രത്തോളം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട് എന്ന്. പിന്നെ 3-മത്തെ കാര്യം, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണെന്നും ഷോർട്ട് കട്ട്സ് ഒന്നും എടുക്കാണ്ട് നമ്മൾ നേർവഴി പോകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും ജാതകപ്രകാരം അവർക്ക് ശനിയുടെ ഒരു ഇമ്പാക്റ്റുള്ളൊരു സമയമാണെങ്കിൽ പോലും അത്രത്തോളം നെഗറ്റീവ് എഫക്റ്റ് വരില്ല. അപ്പം ശരിക്കും ശനി ഒരു ടീച്ചർ പോലെയാണ്. നമുക്ക് നമ്മുടെ സ്കൂളിലൊക്കെ ഒരു ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചറിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുമോ? അവർ നമുക്ക് ഏറ്റവും ടഫസ്റ്റ് എക്സാം, ഏറ്റവും ടഫസ്റ്റ് ടെസ്റ്റൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പം അവരുടെ ഉദ്ദേശം നമ്മളെ ഫെയിലാക്കണം എന്നൊന്നും അല്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, എല്ലാ ലെസൺസും എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ ശനി നമ്മളെ ഗൈഡ് ചെയ്ത് നേർവഴി കാണിച്ച് നമ്മളെ ഇപ്പം ധർമ്മത്തിൻ്റെ വഴി കൂടെ അല്ല നമ്മൾ നടക്കുന്നത്. നമ്മൾ കുറച്ച് ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈ പിടിച്ച് നേർവഴി നടത്തുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ശനിയുടെ പ്രഭാവമുള്ളപ്പം നമുക്ക് എപ്പോഴും കഷ്ടപ്പാടാണ് എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ശരിക്കും ശനി നമ്മളെ ഭ്രമത്തിൽ, ഇല്യൂഷനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ശനി, അതായത് സാറ്റേണിൻ്റെ മൂവ്മെൻറ്റ്,
മൂവ്മെൻറ്റ് കുറച്ച് സ്ലോ ആണ്. അപ്പം ഒരു 2.5 ഇയേഴ്സാണ് എടുക്കുന്നത് ശനി ഒരു ഭാവത്തിൽ നിന്ന് മറ്റേ ഭാവത്തിലേക്ക് മൂവ് ചെയ്യാൻ. അപ്പം നമുക്കറിയാം നമ്മുടെ ജാതകത്തിൽ 12 ഭാവമാണ് ഉള്ളത്. അപ്പം ഒരു ഭാവത്തിൽ നിന്ന് രണ്ടാമത്തെ നെക്സ്റ്റ് ഭാവത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ശനിക്ക് 2.5 വർഷം എടുക്കണം. അപ്പം എപ്പോഴും നമ്മുടെ ലൈഫിൽ ശനി ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ആയിരിക്കും എന്ന് ആ ഒരു സമയത്തെ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. 12 ഭാവമുള്ള കാരണം ഒരു ഫുൾ സൈക്കിൾ, അതായത് എല്ലാ ഹൗസസ് എല്ലാ ഭാവവും കവർ ചെയ്യാൻ വേണ്ടി ശനിക്ക് ഒരു അറൗണ്ട് 29.5 30 ഇയേഴ്സ് വേണം. അപ്പം 30 വർഷം കഴിയുമ്പോൾ നമ്മുടെ ശനി നമ്മൾ ജനിച്ച സമയത്ത് എവിടെയായിരുന്നു അവിടെ എത്തും. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരാൾക്ക് 7.5 ശനിയാണെന്ന്. 7.5 ശനിയുടെ അർത്ഥം ശനിയുടെ പ്രഭാവം ഇനിയൊരു 7.5 വർഷം 7.5 ഇയേഴ്സ് ഉണ്ടാവും എന്നാണ് അർത്ഥം. അപ്പം അത് പറയാൻ ഉള്ളൊരു മെയിൻ റീസൺ എപ്പോഴായിരിക്കും എന്ന് പറയാം. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് ഓരോ പ്ലാനറ്റ്സ് മാത്രമല്ല സൺ, മൂൺ, ചന്ദ്രനും സൂര്യനും അവരുടെയൊക്കെ ഒരു പൊസിഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ചന്ദ്രൻ്റെ പൊസിഷൻ, അതായത് ഏത് ഭാവത്തിലാണോ ചന്ദ്രൻ ഇരിക്കുന്നത് അതിന്ന് ഒരു ഭാവം മൈനസ് ചെയ്യുന്ന ഒരു പൊസിഷൻ. അപ്പം ആ ഒരു ഭാവത്തിൽ ശനി വന്ന് നിൽക്കും. ആ ഭാവവും പ്ലസ് ചന്ദ്രൻ നിൽക്കുന്ന ഭാവവും അത് കഴിഞ്ഞിട്ടുള്ളൊരു 3-ാം ഭാവം. അപ്പം 3 ഭാവത്തിൽ ഈ ശനി മൂവ് ചെയ്യണ സമയത്ത്, ക്രോസ് ചെയ്യണ സമയത്ത്, അപ്പം 2.5 ഇയേഴ്സ് പ്ലസ് 2.5 ഇയേഴ്സ് പ്ലസ് 2.5, അപ്പം അങ്ങനെ 3 ഭാവമാണ് വരുന്നത്. അവിടെ ആ ഒരു കാൽക്കുലേഷനാണ് 7.5 ഭാവം, 7.5 വർഷം എന്ന് പറയുന്നത്. അത് ഏറ്റവും ടഫസ്റ്റ് ടൈം ആയിരിക്കും ഒരാളുടെ ലൈഫിൽ. അങ്ങനെ തന്നെ ജ്യോതിഷത്തിൽ ഒരാൾക്ക് 3 പ്രാവശ്യമാണ് ഇങ്ങനെ 7.5 ശനി വരുന്നത്. ഒരു ആദ്യത്തെ ഇത് വരുന്നത് ജനിക്കുന്ന സമയത്തായിരിക്കും. പിന്നെ അവർക്ക് ഒരു മിഡ് ഏജ് ആയിരിക്കും, ഒരു 35 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും വരുന്നത്. പിന്നെ കുറച്ചൊരു ഏജ് ആകുമ്പം ഒരു 60 ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും വരുന്നത്. അപ്പം ഈ സമയത്ത് 3 ഫേസസിലാണ് ഈ ശനി നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസാണ് നമുക്ക് ഹെൽത്ത്, പിന്നെ ഹെൽത്ത് ചാലഞ്ചസ് വരുന്നത്, ഫാമിലി ഇഷ്യൂസ് വരുന്നത്, പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വരുന്ന ഒരു കാലം. അപ്പം ഇതാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ചന്ദ്രൻ ഇരിക്കുന്ന ഭാവത്തിന് മുന്നേ ഉള്ള ഒരു ഭാവം, അവിടെയാണ് ഈ കാര്യങ്ങൾ ഇഷ്യൂസ് വരുന്നത്. രണ്ടാമത്തെ അപ്പം ഇത് 2.5 വർഷം ഉണ്ടാവും. അടുത്ത ഭാവത്തിൽ അതായത് ഈ 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞുള്ള സമയമാണ് നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നതും, നമുക്ക് ഇമോഷണലി ഇഷ്യൂ വരുന്നതും, ഭയങ്കര സമാധാനം ഇല്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നതും, അതൊക്കെ ഇപ്പം 2ാമത്തെ ഭാവത്തിലിരിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ ചന്ദ്രൻ ഉണ്ടായിരുന്ന പൊസിഷൻ ആ ഭാവത്തിൽ വരുമ്പോഴാണ് നമുക്കിങ്ങനെ പ്രശ്നം വരുന്നത്. പിന്നെ ശനി 3ാമത്തെ ഭാവം, അതായത് ചന്ദ്രൻ ഇരിക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഭാവത്തിൽ വരുമ്പം ഇതൊക്കെ ഈ ഇമ്പാക്റ്റൊക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പം പഴയ പാസ്റ്റ് ഇഷ്യൂസും അതൊക്കെ സോൾവായി കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റിയും കുറച്ചുകൂടി നമുക്ക് ഇന്നർ പീസൊക്കെ കിട്ടിത്തുടങ്ങും. അപ്പം ആ ഒരു 7.5 വർഷമാണ് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടാണ്, ഒരുപാട് സ്ട്രഗിളാണെന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി ശരിക്കൊരു നല്ല ജ്യോത്സ്യനെ കണ്ട്, ആസ്ട്രോളജറിനെ കണ്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അപ്പം ഞാൻ പഠിച്ചത് അനുസരിച്ച് ഈ ശനിയുടെ പ്രഭാവം കുറയ്ക്കാനും ശനി ഭഗവാനെ നമുക്ക് പ്രീതിപ്പെടുത്താനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആദ്യത്തെ കാര്യം സാറ്റർഡേ ആണ് ശനി ഭഗവാന് വേണ്ടി, ശനിദേവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു ദിവസം. അപ്പം
അന്ന് ഈ ശനിയുടെ പ്രഭാവം, ശനിയുടെ ദോഷമുള്ള ആൾക്കാർ അന്നത്തെ ദിവസം ശനിയാഴ്ചകൾ വ്രതം എടുത്ത്, പറ്റുന്ന ആൾക്കാർ വ്രതം എടുത്ത് ഈ ഭഗവാന് വേണ്ടി ഈ ദിവസം മാറ്റി വയ്ക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെപ്പറ്റി മാത്രമല്ലാണ്ട് സെൽഫ്ലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഡിസിപ്ലിനായിട്ട് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം ആണ് നമ്മൾ പറ്റുന്ന അത്രയും ഡൊണേഷൻ. അപ്പം പാവങ്ങൾക്കും ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് പറ്റുന്നത്ര ഫുഡും ഡ്രസ്സും തുണികളൊക്കെ നമുക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കാം. പിന്നെ ശനിയുടെ പ്രഭാവം കുറയാൻ ഉള്ളൊരു ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് ഇന്നർ പീസ്. ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ ഇന്നർ പീസ് ഒന്നും കിട്ടില്ല. അപ്പം ഏറ്റവും ഈസിയസ്റ്റ് അല്ലെങ്കിൽ ക്വിക്കസ്റ്റ് മെത്തേഡാണ് നമ്മൾ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം അത് നമുക്കൊരു കുറച്ചുകൂടി സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കും. പിന്നെ നമുക്ക് ശരിക്കും ഇപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ജാതകപ്രകാരം ശനി എവിടെയായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഏറ്റവും ആദ്യം നമ്മുടെ ജാതകം എടുത്ത് നമ്മൾ ജനിച്ച സമയത്ത് ശനി എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ഭാവം ക്രോസ് ചെയ്യുമ്പോഴും 2.5 വർഷം, അതായത് 2.5 years ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ 1992 ആയിരുന്നു ജനിച്ചത്. അപ്പം എൻ്റെ ജാതകപ്രകാരം ഒരു ഫസ്റ്റ് ഭാവത്തിലായിരുന്നെങ്കിൽ ഞാൻ ഇനി 2.5 വർഷം കൂട്ടും നെക്സ്റ്റ് ഭാവത്തിലേക്ക്, പിന്നെ മൂന്നാമത്തെ ഭാവത്തിലേക്ക് പിന്നെ ഒരു 2.5 വർഷം കൂട്ടും. അപ്പം അങ്ങനെ നോക്കുമ്പം എനിക്ക് 30 വയസ്സായപ്പം ശരിക്കും ഒരു സൈക്കിൾ, അതായത് 12 ഭാവം നമ്മൾ ക്രോസ് ചെയ്തു. അപ്പം എൻ്റെ ശരിക്ക് 12 ഭാവം ക്രോസ്സായി, ഫസ്റ്റ് ഭാവം ഓൾമോസ്റ്റ് ക്രോസ് ആവാറായി, ആസ് ഇൻ രണ്ടാമത്തെ സൈക്കിൾ സ്റ്റാർട്ടായി. അപ്പം നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇപ്പം നമുക്ക് ഏതൊരു ഭാവത്തിലായിരിക്കും സ്ട്രഗിൾ ഇല്ലെങ്കിൽ ചാലഞ്ചസ് വരാൻ പോകുന്നതെന്ന്. അപ്പം നമുക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ആയിരിക്കാം അല്ലേ. അതുകൂടാതെ നമുക്ക് നമ്മുടെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും നമ്മൾ ജനിച്ച സമയത്ത് നമ്മുടെ ചന്ദ്രൻ ആസ് ഇൻ മൂണിൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു എന്ന്. അപ്പം അത് വെച്ചിട്ടും നമുക്കറിയാൻ പറ്റും നമ്മുടെ 7.5 ശനി അത് കഴിഞ്ഞു, അത് ഇനി വരാൻ പോവുകയാണോ, അത് ശരിക്കും 7.5 ശനി നടക്കുന്നൊരു സമയമാണോ എന്നും കൂടി നമുക്കൊരു ഒന്നൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്കൊരുപാട് കാലമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് അറിയണം, പഠിക്കണം എന്നൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇന്നൊരു ഒരു ചെറിയൊരു ശ്രമം നടത്തിയ ഞാൻ. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയുന്നതൊക്കെ കമൻസിൽ പറയുക. അപ്പം നമുക്ക് ഇങ്ങനെ നോളജൊക്കെ ഷെയർ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.